ആസിയ ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സദ്യക്കൊക്കെ വിളമ്പുന്ന മത്തങ്ങ എരിശ്ശേരിയില്ലേ, അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയല്ലോ. 8 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തേക്കുന്ന വൻപയറാണേ. അത് നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് പയർ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാമേ. പയർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മത്തങ്ങ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്. ഇവയൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു വിസിൽ കേൾപ്പിക്കാമേ. 1 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് തേങ്ങ ചിരകിയത്, 4 വെളുത്തുള്ളി. ഇവയൊന്ന് നമുക്ക് ചതച്ചെടുക്കാമേ. മത്തങ്ങ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാമേ. ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ വന്ന് മാറി കിട്ടുന്നത് വരെ 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ പയർ വേവിക്കുന്ന സമയത്ത് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണ് തോന്നുവാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കണേ. നമ്മുടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് എരിശ്ശേരിയിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു പാൻ വയ്ക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് 1/2 ടീസ്പൂൺ. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കാം. കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക്. ഉഴുന്നിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാവേ. നമ്മുടെ തേങ്ങയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടൊന്ന് ആറി വന്നപ്പോൾ തന്നെ നമ്മുടെ എരിശ്ശേരി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടെ ഒന്ന് ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടെ തിക്കായി വരുമേ. നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുക്കറിൽ തന്നെ വേവിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.